കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2286 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുമ്പോഴും ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 4ാം റൗണ്ടിൽ ലീഡ് 817 വോട്ടുകളുടേതാണ്. 4ാം റൗണ്ടിലേത് മാത്രമാണ്. 4ാം റൗണ്ടിൽ 817 വോട്ടുകളുടെ ലീഡ് ഉണ്ട്. 817 വോട്ട് എന്നത് അത്ര പ്രസാദ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ പ്രസാദ് 817 വോട്ടുകൾക്കാണ് 4ാം റൗണ്ടിൽ ലീഡ് ചെയ്യുന്നത്. അത് കുറവാണോ? അത് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കുറവാണോ? അത് അവർ അതായത് 4ാം റൗണ്ടിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള കുതിപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും 4ാം റൗണ്ട് പൂർത്തിയായപ്പോൾ 2286 വോട്ടിന്റെ ലീഡ് ഉണ്ട്. അതായത് ആ 4ാം റൗണ്ടിൽ കിട്ടിയ വോട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ തവണ വി പ്രകാശിന് വഴിക്കടവ് പഞ്ചായത്തിൽ കിട്ടിയ അത്രയും വോട്ട്, കഴിഞ്ഞ തവണ വഴിക്കടവ് പഞ്ചായത്തിൽ 13,000-ലേറെ വോട്ട് വി പ്രകാശിന് കിട്ടിയിരുന്നു. അത്രയും വോട്ട് എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന് വന്നിട്ടില്ല. അതിന്റെ ഒരു കാരണം ഈ PV അൻവർ കൂടി UDFന്റെ വോട്ടുകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ആ വോട്ട് വി പ്രകാശിനുള്ള അത്രയും വോട്ട് കിട്ടാതെ വന്നതിന്റെ കാരണം. വി പ്രകാശിന് കിട്ടിയിരുന്ന വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയിട്ടില്ല. അത് ആര്യാടൻ ഷൗക്കത്തിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാകണമെന്നില്ല. കാരണം PV അൻവർ അപ്പുറത്ത് വി പ്രകാശ് മത്സരിക്കുമ്പോൾ ഇല്ലാത്ത ഒരു ഫാക്ടർ ഇത്തവണയുണ്ട്. ഏതായാലും PV അൻവർ ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. PV അൻവർ അദ്ദേഹത്തിന് വേണ്ട വോട്ട് സമാഹരിക്കുന്നുണ്ട്. ആ വോട്ട് ഇരുപക്ഷത്തു നിന്നും അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡിന് നിലയിൽ ഒരല്പം കുറവുണ്ടാക്കിയിട്ടുണ്ട്. 2286 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുമ്പോഴും 4000 വോട്ടുകൾക്ക് അടുത്തായി. 3890 വോട്ടുകൾക്ക് മുന്നിലാണ് ആര്യാടൻ ഷൗക്കത്ത് സ്വരാജിനേക്കാൾ. വ്യക്തമായ ഒരു ആധിപത്യം, ഒരു ലീഡൊക്കെ വ്യക്തമായ ആധിപത്യം എന്ന് പറയാൻ എനിക്കും തോന്നുന്നുണ്ട് സേതുലക്ഷ്മി. ഇപ്പോൾ ഒരു 4000 വോട്ടുകളുടെ ലീഡിലേക്ക് അദ്ദേഹം പോവുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്നു എന്നങ്ങ് പറഞ്ഞാലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ തന്നെയും, പക്ഷേ ഇനി അങ്ങോട്ട് പോകാനിരിക്കുന്ന പഞ്ചായത്തുകളെ സംബന്ധിച്ച് നമുക്കുള്ള അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഘട്ടത്തിലും പറയേണ്ടതില്ല അത് എന്നൊരു തോന്നലാണ് മനസ്സിൽ വരുന്നത്. 3890 എന്ന അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലീഡ് നില ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്വരാജിന് മേൽ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിന് മുൻപ് തന്നെ പല ഉപതിരഞ്ഞെടുപ്പുകളും കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ പാലക്കാട് പോലും എടുക്കുകയാണെങ്കിലും ഇത്രയും ഒരു സസ്പെൻസ് നിലനിർത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമീപകാലത്ത് ഉറപ്പായിട്ടില്ല. നിലമ്പൂരിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ വിജയിക്കുകയാണ്. 3890 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പടക്കം പൊട്ടിക്കാം എന്ന് ഉള്ളിൽ ഒരു ഭാഗം കൊണ്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും, പക്ഷേ സേതുലക്ഷ്മി നമ്മൾ കണ്ടല്ലോ ആ പഞ്ചായത്തുകളോട് കിടക്കുകയാണ്. പോത്തുകല്ലും നിലമ്പൂരും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ കാത്തിരിക്കണം. അത് നിശ്ചയമായിട്ടും അത് എന്ത് സംഭവിക്കുന്നത്. കാരണം ആ അൻവറും കൂടെയുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ഇതുവരെ നമ്മൾ കാണുന്നത് ആര്യാടൻ ഷൗക്കത്ത് സ്റ്റഡി ആയിട്ട് മുകളിലേക്ക് പോകുന്നു. തൊട്ട് പിന്നിൽ സ്വരാജ് ഉണ്ട്. അൻവർ രണ്ട് ഭാഗത്തു നിന്നും വോട്ട് പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ തുടരുന്നുണ്ട്. എന്നാൽ ലീഗ് കേന്ദ്രങ്ങളിൽ പ്രതീക്ഷിച്ച വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചിട്ടില്ല എന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള തട്ടുകേട് ഉണ്ടാകുമോ ആര്യാടൻ ഷൗക്കത്തിന് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ അദ്ദേഹം വിജയിക്കുക തന്നെയാണ് ചെയ്യുക എന്ന് പറയാവുന്ന ആളുകളുണ്ട്. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച അത് ഇപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ പോലും, നിലമ്പൂരിന്റെ അമരക്കാരനായാൽ പോലും പിന്നീട് ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കില്ലേ? ഉറപ്പായിട്ടും വഴിവെക്കും. ഇതിനകത്ത് 5ാം റൗണ്ടിൽ 1604 വോട്ടുകളുടെ ലീഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. 1604 വോട്ടുകളുടെ ലീഡ് 5ാം റൗണ്ടിൽ എത്തുമ്പോൾ, അല്ല 4ാം റൗണ്ടിൽ ഞാനിൽ കാണുന്ന തിരിച്ചു തന്നെയാണ് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. അതായത് 1500-ലേറെ വോട്ടുകൾ 4ാം റൗണ്ട് കിട്ടുമ്പോൾ അത്ര തന്നെ വോട്ടുകൾ കിട്ടേണ്ടുന്ന ഇടമാണ് 3ഉം 4ഉം. 3-ൽ 203 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് കിട്ടിയത്. 4-ൽ 817 വോട്ടുകളുടെ ലീഡാണ് കിട്ടിയത്. ഇപ്പോൾ 1604 വോട്ട്, അതായത് ഈ ലീഡ് അപ്പുറത്തും കിട്ടണമായിരുന്നു, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോഴും ഈ അൻവർ വോട്ട് രണ്ട് ഭാഗത്തു നിന്നും പിടിച്ചുകൊണ്ട് ഇവർക്കൊപ്പം തന്നെ സഞ്ചരിക്കുകയാണ്. അടുത്ത പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ സ്വരാജ് തൊട്ട് പിന്നെ തന്നെ ഉണ്ട്. അപ്പോൾ അടുത്ത പഞ്ചായത്തുകളിലേക്ക് ഇവർ പോകുമ്പോൾ അവിടുന്ന് ഈ LDF വോട്ടുകൾ സ്വരാജ് ഞങ്ങളിതാ ജയിക്കാൻ വേണ്ടി നിർത്തിയ ആളാണ് എന്ന തോന്നലുണ്ടായിട്ട് കൂടുതൽ വോട്ട് വാങ്ങി എന്ത് ചെയ്തു? അവിടെ ജയിക്കാനുള്ള സാധ്യത സ്വരാജിന് മുന്നിൽ ഇപ്പോഴും അടഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല, ജയിക്കാനുള്ള സാധ്യതയ്ക്കപ്പുറം ഈ ഇടതു മുന്നണിക്ക് ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കാം. കാരണം ഈ എടക്കര വരുന്ന സമയത്ത്, എടക്കര എന്ന് പറയുമ്പോൾ 71 തൊട്ട് 97 വരെ ബൂത്താണ് എടക്കരയിൽ എണ്ണുന്നത്. രണ്ട് മുന്നണികളും ഒരേപോലെ നിർണായകവും ഒരേപോലെ പ്രതീക്ഷയും ഒരേപോലെ അവകാശവാദവും എടക്കരയിൽ ഉന്നയിക്കുന്നു. അതിനുശേഷം വരുന്നതാണ് സനീഷ് പോത്തുകല്ലിലേക്ക് വരുമ്പോൾ 98 മുതൽ 126 വരെ അവിടെ സ്വരാജിന്റെയും, അതായത് പോത്തുകല്ലിൽ നമുക്ക് വളരെ നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാം. കാരണം അത്
ഇത് എം സ്വരാജിന്റെ തട്ടകമാണ്, എം സ്വരാജിന്റെ സ്ഥലമാണ് പോത്തുകൽ, അത് ഒരെണ്ണം. മറ്റൊന്ന് DCC പ്രസിഡന്റ് VS ജോയിയുടെ തട്ടകമാണ് പോത്തുകല്ല്. ഈ CPM-ന് ഏറെ സ്വാധീനമുള്ള സ്ഥലത്ത് ഇടതു മുന്നണി നല്ല നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് പോത്തുകല്ലിൽ. അപ്പോൾ ഇത് ഇപ്പോ ഈ നിലവിലെ വോട്ടെണ്ണൽ പോത്തുകല്ലിലേക്ക് എത്തണമെങ്കിൽ ഒരു 11-11:30 മണിയൊക്കെ ആവുമായിരിക്കും. ആ സമയത്ത് ഇനി ഇതായത് LDF-ന്റെ ഒരു കണക്ക് ആസിഫ് തരുന്ന പ്രകാരമാണെങ്കിൽ 4-ാം റൗണ്ട് വരെ LDF UDF-ന് ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. 7 റൗണ്ട് വരെ അവർ ലീഡ് ചെയ്യുമെന്നാണ് LDF-ന്റെ പ്രതീക്ഷ. 7 റൗണ്ട് വരെ. അതിനുശേഷം ആണ് LDF അവർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന ലീഡിലേക്ക് എത്തുക എന്നാണ്. അതായത് 4-ാം റൗണ്ട് വരെ LDF UDF-ന് പക്ഷേ പ്രതീക്ഷിച്ചത് 2600 വോട്ടൊക്കെയാണ്. പക്ഷേ 4-ാം റൗണ്ട് ആകുമ്പോഴേക്കും നമ്മൾ കാണുന്നത് 3000-ലേറെ വോട്ടുകളുടെ ലീഡാണ്. അപ്പോൾ LDF-ന്റെ ഒരു കണക്കൂട്ടൽ അവിടെ 3890. അവർ 2600 വരെ LDF പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ 3890 പക്ഷേ എന്നാലും 7 റൗണ്ട് വരെ അവർ ഒന്ന് മുന്നിട്ട് നിന്നുകൊള്ളും എന്ന തോന്നലാണ് LDF-നുള്ളത്. പിന്നെ നമ്മൾ കാണേണ്ടത് ഒരു 30,000 വോട്ട് മൂത്തേടത്തും LDF-ന് പ്രതീക്ഷയില്ല. ഇല്ല അതാണ് അവിടെ പ്രതീക്ഷയില്ല എന്ന് മാത്രമല്ല 2500-2600-ഓളം വോട്ട് അവർക്ക് കൂടുതൽ കിട്ടും UDF-ന് എന്ന് അങ്ങനെയാണ് അവർ കരുതിയിരിക്കുന്നത്.